നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉത്തിരാടപ്പാച്ചിലിൻ്റെ ദിവസമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അഖിൽ ഷാ അൻസാർ തത്സമയം ചേരുകയാണ്. അഖിൽ ഷാ, ഓണാശംസകൾ. താങ്കൾ ക്ഷേത്ര നടയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവരങ്ങൾ പറയൂ. ക്ഷേത്രത്തിലേക്ക് ഇന്ന് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നുണ്ടോ? ഓണാഘോഷം തലസ്ഥാന നഗരിയിൽ പൊടിപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിലും ജനത്തിരക്കുണ്ടോ? SKN ഓണാശംസകൾ. നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് പറയാം, അതായത് പതിവ് പോലെ തന്നെ ഈ പത്മതീർത്ഥക്കരയിൽ ഈ ആളുകൾ ഇരച്ചെത്തുന്നുണ്ട്. ഈ ഭഗവാനെ തൊഴാനായിട്ടുള്ള അവരുടെ തിരക്ക് നമുക്ക് കാണാം. രാവിലെ മുതൽ തന്നെ ഈ ഉത്രാട ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തുകാരുടെ ഓണം അത് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഈ സ്വാമി ക്ഷേത്ര ദർശനമില്ലാതെ ആ ഓണം പൂർത്തിയാകില്ല എന്നുള്ളതാണ്. ഉത്രാട ദിനത്തിലും അതുപോലെ തന്നെ തിരുവോണ ദിനത്തിലുമൊക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ വന്ന് ക്യൂ നിന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തി പോകുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായുള്ള ഈ കച്ചവട കേന്ദ്രങ്ങളാണ്. അതായത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത് ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി കച്ചവട കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഓണത്തിൻ്റെ തിരക്കിലാണ്, ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം ഓഫ് കിട്ടി. ദീപ്തി സഞ്ജീഷൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് അച്ചപ്പാസ് ആൽബം, അതിൻ്റെ ഷൂട്ടിൽ അവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. തിരുവോണമാണല്ലോ നാളെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ തിരുവോണം വീട്ടിലുണ്ടാവും. അപ്പോൾ എപ്പോഴും കഴിവതും ഓണമൊക്കെ വീട്ടുകാരോടൊപ്പം ഉണ്ടാവാൻ പറ്റിയ ഇത് എവിടെ നിന്ന് നിങ്ങൾ തേടി പഠിച്ചു? ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട 24 പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. SKN നടി പ്രിയങ്കയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇത്തരത്തിൽ ഈ ഓണത്തിന്റെ ഭാഗമായി ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ ഈ ഉത്രാടപ്പാച്ചിൽ അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി വസ്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധന സാമഗ്രികളുമായി വാങ്ങാനെത്തുന്ന നിരവധി ആളുകളാണ് ഈ കിഴക്കേക്കോട്ടയിലെ ശ്രീപത്മനാഭ ക്ഷേത്രത്തിന് സമീപമായി എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തുമായും ഈ വസ്ത്ര ശേഖരങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് അവശ്യ വസ്തുക്കളുടെ വിൽപ്പന, അപ്പുറത്ത് പൂക്കച്ചവടം. അത്തരത്തിൽ ഈ ചാല മാർക്കറ്റിനെ പോലെ തന്നെ ഇപ്പുറത്ത് ഈ കിഴക്കേക്കോട്ടയിലേക്ക് വന്നാലും വലിയ വിപണി തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും രാവിലെ മുതൽ മറ്റ് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒരു തിരക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഭാഗമായി ഈ സാധന സാമഗ്രികൾ വാങ്ങാനായി എത്തുന്ന അവസാനഘട്ട ഒരുക്കങ്ങൾ അത് പൂർത്തിയാക്കാനെത്തുന്ന ആളുകളുടെ തിരക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. രാവിലെ തന്നെ കച്ചവടം തുടങ്ങിയ പൂക്കച്ചവടക്കാരടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്.